ഹലോ ഗൈസ്, കുറെ ദിവസമായാലും നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഇന്നൊരു കുഞ്ഞു സ്വീറ്റ് ലോങ് വീഡിയോ ആവാല്ലേ. ഫസ്റ്റ് നമ്മൾ മാൾസ് ആണ് കാണിച്ചത്. ഇതൊരു വെറൈറ്റി സ്വീറ്റ് ആണ്. പിന്നെ ഗൈസ് ഒരു കുഞ്ഞു കൈയൊക്കെ അതിന്റെ ഇടയിൽ കൂടി പോകുന്നുണ്ടാവും. അതൊന്നും നമ്മൾ അറിയാതെ പോലും മൈൻഡ് ആക്കാൻ പാടില്ല. കോട്ടെ അറിയാതെ ഒന്ന് മൈൻഡ് ആക്കിയാൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള സാധനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സീൻ ഉണ്ട്. പറഞ്ഞ് മെയിൻ ആളെ കുറിച്ച് പറഞ്ഞില്ല, അത് എത്തേണ്ടോടത്തെത്തി. ഇനിയിപ്പോ ഇയാളെ കുറിച്ച് പറയാം. ഇതെന്താ ഫാമിലി പാക്ക് ഡയറി മിൽക്ക്. ഇത് ഞാൻ ഒറ്റക്കാണ് തിന്നത്, ഒറ്റക്ക്. പിന്നെ അടുത്തതാണ് ഹാപ്പി ബ്രേക്ക്. ഹാപ്പി ബ്രേക്ക് ഒരു ബ്രേക്ക് തന്നെയാണ്. ഇത് ഒരു പ്രാവശ്യം തിന്നാ പിന്നെ അറിയാതെ പോലും ആരും തിന്നൂല. പിന്നെ അടുത്തത് 2025 അടക്കി പരിച്ചൊരു മുതലാണ്. പിന്നെ ഞാൻ ഇതുവരെ കാണാത്തൊരു സ്വീറ്റ് ഫിയോരി. ഇതിന്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് ഞാൻ ആദ്യം കാണിച്ചത്, പിന്നെ ഈ ഓറഞ്ച്, പിന്നെ ദാ കുനാഫ ചോക്ലേറ്റിന്റെ വേറെ വെറൈറ്റി. ഈ കവറിൽ വന്നിട്ടുള്ള ഈ ഇതിനെ കാണുമ്പോൾ ലുക്കില്ല എന്നുള്ളൂ. ടേസ്റ്റ് കറക്റ്റ് ഫെററോഷർ ആണ്. ഇത് അന്നും ഇന്നും എന്നും എന്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. അടിപൊളി, ഒന്ന് കൊഴിഞ്ഞു പോയില്ല. പിന്നെ ഇത് ചോക്കോളോള. സോറി ഗൈസ്, ചോക്കോ ലാല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ ഈ പറഞ്ഞ ഐറ്റംസിനൊക്കെ ഞാനൊന്ന് ഞെക്കി പിഴിഞ്ഞതാണ്. തിന്നിയില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് ഗൈസ്. ഇതിലൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടാം. ഞെക്കി പിഴിയുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, രണ്ടാമത്തെ നമ്മളെ ഒപ്പമുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാനിങ്ങനെ ഓരോ പാക്കറ്റും ഒരു വീഡിയോ എടുക്കുന്ന സമയത്തും എന്റെ അനിയത്തി ചോദിക്കണ്ടായിന്ന് അനക്കെന്താ തലക്ക് വല്ല സുഖം ഉണ്ടോ. അങ്ങനെ അതങ്ങോട്ട് അവസാനിച്ച്. ഇനി അടുത്തത് പിന്നെ നേരത്തെ കാണിച്ച ആളെ കുട്ടി, ഒരു കുഞ്ഞൻ ഡയറി മിൽക്ക്. ഇനി അടുത്തത് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി ഫെമിലിയർ ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ്. ഒന്ന് സ്റ്റിക്കേഴ്സ്, മറ്റേത് ഡയറി മിൽക്ക്. ഇതാണ് ഗൈസ് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് മുഴുവനാക്കാൻ പറ്റാത്ത. പിന്നെ അഡോറബിൾ ആണ് എന്നാണല്ലോ. ഒരു ചോക്കോബാർ ഉണ്ടായിരുന്നു. അല്ല, ഇത് ചോക്കോബാർ അല്ലല്ലോ, കുൽഫി അല്ലേ? അതന്നെ കുൽഫി. ഇതാണ് ഗൈസ് എനിക്ക് ഇതുവരെ കാണിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം. ആക്ച്വലി ഇതിന്റെ പാക്കിംഗ് തന്നെ എന്ത് രസാല്ലേ, കഴിക്കാൻ അതിലും രസാടാ. ഇത് പിന്നെ സാധാ ഗാലക്സി. പിന്നെ സ്നിക്കേഴ്സ്. അല്ല, എന്റെ സംശയം ഇപ്പൊ ഞാൻ ചോറുന്നതിനെക്കാളും കൂടുതൽ മുട്ടായി നിൽക്കണോന്നാണല്ലോ. അടുത്തത് എയറോ ആണ്. ഇതും എനിക്ക് പുതിയത് തന്നെയാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് കഴിക്കുന്നത്. സംഭവം നല്ല അടിപൊളി ബബ്ലി ടേസ്റ്റ് ആണ്. അടുത്തത് തേങ്ങാമുട്ടായി. കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കിയാല് ബൗണ്ടി എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ അടുത്തത് കീറ്റോസ് തിന്നിട്ട് ഗൈസ് എരിഞ്ഞിട്ട് എന്റെ കിളി പാറി.